എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ആവശ്യമായ രേഖകൾ വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്കഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഇന്നലെ ജൂൺ മാസം 18-ാം തീയതി പബ്ലിഷ് ചെയ്തു. ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിലും തൃപ്തരല്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ നിങ്ങൾ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിക്ക് 990 രൂപയും SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 925 രൂപയുമാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത്. പല വിദ്യാർത്ഥികളും ചോദിച്ച മറ്റൊരു സംശയമാണ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ ഈ ഫീ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി ജൂൺ മാസം 23-ന് പുറത്തുവിടാൻ പോകുന്ന രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ പ്രധാനമായിട്ടും വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സീറ്റ് ലഭിച്ച് നിങ്ങൾ ഫീസ് അടച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രണ്ടാം അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾക്ക് കോളേജ് വരുന്നത്. നിങ്ങൾ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ നിങ്ങൾ പ്രവേശനത്തിനായിട്ട് ഹാജരാവണം എന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പ്രവേശനത്തിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സും മറ്റു കാര്യങ്ങളുമായി കോളേജ് ജോയിൻ ചെയ്യണം. അത് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾ ഹാജരാകുകയാണ് ചെയ്യുന്നത്. ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഫീസ് അടച്ചാൽ മാത്രം മതിയാകും. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ പോയിട്ട് നിങ്ങൾ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റാണ്. SLC അല്ല, മാറിപ്പോയി. SLC ആരും വിചാരിക്കേണ്ട. SLCയുടെ ആവശ്യമില്ല. SLC കൈവച്ചോ, പക്ഷേ ആവശ്യമില്ല. SLC അല്ല, +2 സർട്ടിഫിക്കറ്റ് പ്രധാനമായിട്ടും ആവശ്യമാണ്. പ്രധാനമായിട്ടും വേണ്ടത് +2 സർട്ടിഫിക്കറ്റാണ്. +2 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാത്തതുകൊണ്ട് +2 സർട്ടിഫിക്കറ്റ് വേണം. പക്ഷേ നിങ്ങളിപ്പോൾ ഈ വർഷം +2 കഴിഞ്ഞവർക്ക് +2 സർട്ടിഫിക്കറ്റ് ഇതുവരെ സ്കൂളുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് +2 മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാം. +2 സർട്ടിഫിക്കറ്റിന് പകരം +2 മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാം. EWS ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. NSS NCC പോലുള്ള സംഘടനകളുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. കലാ കായിക സ്പോർട്സ് കായിക മേഖലകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇനി PWBD എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ മറ്റു കാര്യങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ PWBDയുടെ കാറ്റഗറിയിൽ പെടുന്ന എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഗവൺമെൻറ് ഡോക്ടർ അസൈൻ ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇനി HSC VHSC കുറച്ച് THSL SLC അത് ഞാൻ നോക്കിയിട്ട് കൃത്യമായി പറഞ്ഞായിരിക്കും. പിന്നെ ഇത്രയും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ കൈ വരുന്ന ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുത്ത ടൈമിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ വെച്ച സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ. NSS ഉണ്ടോ, NCC ഉണ്ടോ, EWS ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, ആ ടിക്ക് ചെയ്ത് കൊടുത്ത സാധനങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകണം. EWS ഉണ്ടോ, yes or no, NCC ഉണ്ടോ, yes or no, NSS ഉണ്ടോ, yes or no, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണോ നിങ്ങൾ എസ് കൊടുത്തിട്ടുള്ളത് അത് കൊണ്ടുപോകണം. പിന്നെ TC കൊണ്ടുപോകണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, അലോട്ട്മെൻറ്റ് പ്രിൻറ്റ് കൊണ്ടുപോകണം. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് 600 രൂപ ഫീസ് അടച്ചിട്ടുണ്ടാകും. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 600 രൂപയും SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 300 രൂപയും നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടാകും. ആ ഫീസ് അടച്ച റെസിറ്റ് ഈ യൂണിവേഴ്സിറ്റി ഫീ അടച്ച് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 990 രൂപയും SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 925 രൂപയും അടച്ചു. ഇതിൻ്റെ റെസീറ്റ് വേണം. ഈ റെസീറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം, കൊണ്ടേ കളഞ്ഞേക്കില്ല കേട്ടോ. ഇതെന്തെല്ലാം അഡ്മിഷൻ ടൈമിൽ ഇതെല്ലാം ആവശ്യമുണ്ടെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്തായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ മറ്റേ എൻക്വയറികൾക്കോ ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ID മറ്റു കാര്യങ്ങളൊക്കെ ചാനലിലെ അബൌട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കാര്യം തന്നെയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നെങ്കിൽ തീർച്ചയായും നമ്മളത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കാര്യം തന്നെ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അത് ഓരോരോ ആൾക്കാരോട് പറയുന്നതെന്നുള്ളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഈസ് Khalid, the founder of Career4Tech, the career guide, and thank you for watching. Bye.